ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 286 സെഷനാണല്ലോ ഇത്. രണ്ടാം കൽപ്പലകയെ കുറിച്ചുള്ള 3ാമത്തെ പരിചിന്തനവുമാണിത്. നമ്മൾ ഒരു പുതിയ സെക്ഷനിലേക്ക് ഒന്ന് കടന്നിരിക്കുകയാണല്ലോ. രണ്ടാം കൽപ്പലക നമുക്ക് ആരംഭത്തിൽ അല്പം ഒന്നൊരാശയം, ഒരു ദിശ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കയറി വരാനായിട്ട് അല്പം ഒരു പ്രാരംഭ ചിന്തകൾ തിരിച്ചു മറിച്ചുമൊക്കെ നമ്മളൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒഴുക്കിലേക്ക് നമ്മുടെ ഉള്ളങ്ങൾ വരുവാനായിട്ട് ഒരു യാത്രക്കിടയിൽ ഒന്ന് വണ്ടി നിർത്തിയിട്ട് പിന്നെ വണ്ടി വീണ്ടും എടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ അങ്ങനെയൊക്കെ ഇട്ട് പയ്യാണല്ലോ. പിന്നെ അങ്ങനെ കയറി 3rd ഗിയർ, 4th ഗിയർ, പിന്നെ ചെറിയ വഴിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക്, പിന്നെ ഹൈവേയിലേക്ക് അങ്ങനെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് ഇവിടെ നമ്മളൊരു ഹാൾട്ട് കഴിഞ്ഞ് അടുത്തൊരു ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ ഈ ആത്മീയ യാത്ര കടക്കുന്ന അവസരമാണ്. അവിടെ നമ്മൾ ചില ചിന്തകളൊക്കെ ഈ ദിവസങ്ങളിൽ ഇച്ചിരി ഒന്ന് തിരിച്ചും തിരിച്ചുമൊക്കെ നമ്മളൊന്ന് കാണും. നമുക്ക് ആ ദിശ ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, ഒപ്പം നിൽക്കണം, ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പൊ നമ്മള് 1ാം കൽപ്പലകയിൽ കണ്ടതായ ദൈവിക ചിത്രം, ദൈവത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഈശോ നമുക്ക് നൽകിയ വെളിപ്പെടുത്തല്, അത് നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് പരമാവധി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞു പോയ കുറെ 60-65 സെഷനുകളിലൂടെ. അതിന്റെ വെളിച്ചത്തിലാണ് 2ാം കൽപ്പലകയിലേക്ക് നോക്കേണ്ടത് എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിൽ കുറിച്ച് വെക്കണം. നമ്മളിത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് വിട്ടു പോകരുത്. ഈശോ പറഞ്ഞത് വീണ്ടും ഓർപ്പിക്കുകയാണ്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പൊ പരസ്പരമുള്ള നമ്മുടെ സ്നേഹത്തിന്റെ തലമാണ് 2ാം കൽപ്പലകയിലെ 7 കൽപ്പനകൾ. അതുകൊണ്ട് ആ 7 കൽപ്പനകൾ പാലിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന്റെ മോഡല്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പൊ ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെയാണ്. ഈശോ നമ്മളെ എങ്ങനെയാ സ്നേഹിച്ചത്? പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ. ഇത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഞാനത് പിന്നെ ആവർത്തിക്കുന്നത്, വിട്ടു പോകരുത്. അതുകൊണ്ടാണ്. വിട്ടുപോയാൽ തമ്പുരാന്റെ മനസ്സ് നമുക്ക് കിട്ടാതെ വരും. നമ്മൾ നമ്മുടെ ആത്മജീവിതത്തില് തമ്പുരാൻ ഉദ്ദേശിക്കുന്ന പോലെ വേണം അവിടുത്തെ പിഞ്ചെല്ലാനും അവിടുത്തെ സ്വന്തമാക്കാനും. ഒരുപാട് അവസരങ്ങൾ അങ്ങനെ സംഭവിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ രീതിയിലാണ് ആത്മജീവിതം നടത്തുന്നത്. നമ്മുടേതായ ഒരു ദൈവത്തെ പോലുമാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നമ്മുടെ മുമ്പിലും നമ്മൾ കാണുന്നത് പോലും. എന്ന് പറഞ്ഞാൽ പോലും അതൊരു അതിശയോക്തി അല്ല. ഈശോ എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരേ വ്യക്തിയെ തന്നെയാണെങ്കിലും ആ ഈശോ ആരാണ് എന്നതിനെ കുറിച്ചുള്ള നമ്മൾ ഓരോരുത്തരുടെ ആശയം വ്യത്യസ്തമാണ്. ദൈവം എന്ന് നമ്മൾ വിളിക്കുമ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
പ്രത്യേക ദൈവത്തെയാണ് നമ്മൾ എപ്പോഴും വിളിക്കുന്നത്. നമ്മൾ ക്രൈസ്തവർ, കത്തോലിക്കർ എല്ലാവരും. എങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും ദൈവമേ എന്ന് വിളിക്കുമ്പം നമ്മുടെ മുമ്പ് തെളിഞ്ഞു വരുന്ന ഒരു ആശയം, ഒരു ചിത്രം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം എന്ന് വെച്ചാൽ ഇല്ലാത്തത് സങ്കല്പിക്കുന്നതല്ല, നമുക്ക് കിട്ടുന്ന ഒരു വ്യക്തത വ്യത്യസ്തമാണ്. നമ്മൾ ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം തന്നെ നമ്മൾ അതിൽ അനേകര് പങ്കുവെക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ WWPN കൂട്ടായ്മയിലെ അംഗങ്ങളോട് ഞാനൊന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അവരുടെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഈ ധ്യാനത്തിലൂടെ, ഈ കൂട്ടായ്മയിലൂടെ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പങ്കുവെച്ചേ, ചെറിയ വാക്കുകളിൽ. അതിന് കിട്ടിയ ഫീഡ്ബാക്ക് വളരെ മനോഹരമായിരുന്നു. അനേകരുടെ അനുഭവങ്ങൾ ഇങ്ങനെ ഹൃദയം തുറന്ന് വാക്കുകളിൽ പങ്കുവെക്കുകയുണ്ടായി. പലരും പങ്കുവെച്ച ഒരു കാര്യം, ദൈവത്തെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ആത്മീയ ജീവിതത്തെക്കുറിച്ചും നിത്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കുണ്ടായ ചിന്തകളെല്ലാം മനോഹരമായിട്ട് രൂപാന്തരപ്പെട്ടു. ഇതുവരെ ഒരിക്കലും ഇല്ലാത്ത പോലെ ദൈവത്തെ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾക്ക് ഭയമില്ല. സ്വർഗത്തെക്കുറിച്ച് അങ്ങനെ ഒരു സംശയമില്ല. സ്വർഗത്തിൽ എത്തുന്ന കാര്യത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് ഞങ്ങൾക്ക് അകലച്ച് ഈശോയുടെ സ്വന്തമാണ്. അങ്ങനെ വിശുദ്ധർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. അങ്ങനെ ഒത്തിരി ആശയങ്ങൾ മാറി വന്നു. അപ്പൊ അങ്ങനെ ആശയങ്ങൾ മാറി വന്നു. ആശയങ്ങൾ മാറിയപ്പം ആ ആശയങ്ങൾക്കനുസരിച്ചുള്ള ജീവിതത്തിന്റെ ശൈലികളും മാറി. നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ ആശയം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതവും വരിക. ചില വിശ്വാസ മതമേഖലകളിലൊക്കെ ദൈവം ഭയങ്കര സർവശക്തൻ, വലിയവൻ, ദൈവത്തെ പോലെ ആരുമില്ല, ദൈവത്തിനെതിരെ ആരും ഒന്നും മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ മിണ്ടിയോ പോയി ദൈവത്തിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ കൈ കണ്ടിച്ചു കളയല്ലേ, നാക്ക് കണ്ടിച്ചു കളയല്ലേ, എറിഞ്ഞു കൊന്നു കളയണം. അതുപോലെ ദൈവത്തിന്റെ ആ അനന്യതയും വലിയ അതെല്ലാം പൊക്കി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവം അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്ക് അവിടെ സമൂഹത്തിൽ വരുമ്പോൾ നേതാവായിരിക്കുന്ന വ്യക്തി, പ്രധാനമന്ത്രി ആയിരിക്കുന്ന വ്യക്തി, രാജാവായിരിക്കുന്ന വ്യക്തി അതുപോലെ തന്നെ ആയിരിക്കും. അടിച്ചമർത്തുക, അങ്ങനെ ഒരു മയോ അനുവദിക്കുകയല്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസം നമ്മൾ ഒരു വ്യക്തി അനുവദിച്ചാൽ ആ വ്യക്തിയുടെ കുടുംബത്തിനും അപ്പൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അത്രയേ ഉള്ളൂ. അപ്പനെതിരെ ആരും മിണ്ടി പോകരുത്, ഞാൻ പറയുന്നതാണ് ഇവിടെ ശരി. ഇങ്ങനെയുള്ള ഒരു ഭയങ്കര ആജ്ഞ കൽപ്പിക്കുന്ന, കൽപ്പന കൊടുക്കുന്ന, ആജ്ഞ നിറവേറ്റാൻ നിർബന്ധിക്കുന്ന, ഒരു എതിർ ചിന്തയും സമ്മതിക്കല്ലാത്ത, ഒരു സ്വതന്ത്ര ചിന്തയും അനുവദിക്കല്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോകും. അപ്പൊ നമ്മുടെ ദൈവത്തെ പറ്റി കണ്ട ദൈവ സ്വാതന്ത്ര്യം അനുവദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആശയം തന്നെ അവിടെ അന്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിഷയമേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു പോകും. അപ്പം നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള, ഞാൻ പറഞ്ഞ മറ്റു ചില അക്രൈസ്തവ മതങ്ങളിലെ ദൈവസങ്കല്പം അതുപോലെ ഇങ്ങനെ ഉന്നതമായി തൊടാമേലാത്തിന് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ദൈവത്തെ കുറിച്ചുള്ള ചെറിയ പരാമർശനങ്ങളുടെ അശ്രദ്ധമായ പരാമർശനം പോലും മതനിന്ദയായിട്ടും അത് ആളിനെ കൊന്നു കളയണം, എറിഞ്ഞു കൊല്ലണം, അങ്ങനെയല്ല കൈവിട്ട് ഇങ്ങനെയൊക്കെയുള്ള ശിഷ്ടകളിലേക്ക് പോകുന്ന അവസ്ഥ വരുന്നു. അത് അങ്ങനെയല്ല നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ വെളിപ്പെടുത്തല്, ക്രൈസ്തവ വെളിപ്പെടുത്തൽ നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ക്രൈസ്തവ വെളിപ്പെടുത്തലിനകത്ത് തന്നെ നമ്മൾ ഓരോരുത്തരും ദൈവത്തെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്ന ചിത്രം പിന്നെയും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ദൈവത്തെ തിരിച്ചറിയുന്നത്. വീട്ടിലോ വല്ലാത്ത സ്ട്രിക്റ്റ് ആയിട്ടുള്ള അപ്പൻ അടിയും തല്ലും, ഒരിക്കൽ മിണ്ടുകയല്ല, ഒരിക്കൽ ചേർത്ത് പിടിക്കുക പോലും ഇല്ല, ഒരു അപ്പന്റെ ഒരു ആരെങ്കിലും ചുമര പോലും കിട്ടി, ഒരു പുഞ്ചിരി കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു അപ്പന്റെ കീഴിൽ വളർന്നു വന്ന മക്കൾക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും. ആ പിതാവ് എന്ന് പറയുമ്പോൾ ഈ വീട്ടിലെ അപ്പന്റെ ഒരു പതിപ്പായിട്ടേ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അങ്ങനെ വരുള്ളൂ. അപ്പം ഇതുപോലെ നമുക്ക് ഒത്തിരി വികലമായ ആശയങ്ങൾ ദൈവത്തെ കുറിച്ച് കയറി കിടക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥന വരുന്നത്. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, പള്ളിയിലോട്ട് വരുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതം നമുക്കൊരു വീഴ്ച വരും, പാപം ഉണ്ടായി കഴിയുമ്പോൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, ഇവിടെ എല്ലാം ഇത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള ഈ ആശയം എന്തുമാത്രം കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവിതം മനോഹരമാകും. നമ്മുടെ ആത്മീയ ജീവിതം എത്രയോ മനോഹരമായ ജീവിതമാണ്. വളരെ സ്നേഹം, നന്മ തന്നെയായ ഒരു അപ്പന്റെ അമ്മയുടെയും വീട്ടിലേക്ക് ദൂരെയുള്ള സ്കൂള് അല്ല ബോർഡിങ്ങിലായിരുന്ന കുറ്റി അത് അടച്ച്, പള്ളിക്കൂടം അടച്ച് അവധിക്കാലത്ത് തിരിച്ചു വരുന്നതിന്റെ ആവേശം ഓർത്ത് നോക്കിക്കുകയും അതാണ് നമുക്ക് സ്വർഗോന്മുഖമായ നമ്മുടെ യാത്ര. മരണമെന്ന് പറയുന്ന ആ പോക്കാണ്, വണ്ടി കയറി പോവുകയാണ്. അങ്ങനെയാണ്. ദൂരെ അകലെ അപ്പനും അമ്മയും വിദേശത്താണ്, കൊച്ചു ഇവിടെ ഈ നാട്ടിൽ പഠിക്കുന്നു. അപ്പോൾ അവധിക്കാലം വന്ന ഉടനെ അങ്ങോട്ട് പോകാനായിട്ട് അപ്പൻ്റെ അമ്മയുടെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റ് എടുത്ത് പോകേണ്ട ദിവസമായി അന്ന് വീട്ടിൽ നിന്ന്
അന്ന് നേരം വെളുക്കുമ്പം അത് തലരാത്രി ഉറങ്ങ പോലുമില്ല. നേരം വെളുത്ത് നേരത്തെ തന്നെ ആരും വിളിക്കാതെ തന്നെ എണീറ്റ് എല്ലാം റെഡിയാക്കി വണ്ടിയെ കയറി വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ എന്തൊരു ആവേശമാണ്. എല്ലാവരും ടാറ്റയൊക്കെ പറയുമ്പോൾ സന്തോഷം. എന്താണ് ഇപ്പൊ വിമാനത്തിൽ കയറി അങ്ങ് അവിടെ അപ്പാടെ അമ്മയുടെ ഒക്കെ ഓടിച്ചെല്ലണം, പിന്നെ അവിടെ അവരുടെ കൂടെ ആയിരിക്കണം, ഭയങ്കര ആവേശമാണ്. ഇതാണ് ഈ മരണം വഴി നമുക്ക് നിത്യതയിലേക്കുള്ള പോക്ക്. കണ്ടോ, ഈ ഒരു വ്യക്തത നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മരണമെന്ന് പറയുന്നത്, മരണത്തിനുള്ള ഒരുക്കം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ദിവസം കടന്നു പോകുന്നു, രോഗങ്ങൾ കടന്നു വരുന്നു, അവിടെ ഒന്നും ഒരു ഭാരം വരികയില്ല. കൊച്ചുറേസ്യ പറഞ്ഞില്ല, ആദ്യമായിട്ട് ചോര ഛർദ്ദിച്ചപ്പോൾ വലിയൊരു ആനന്ദം നിറഞ്ഞു. സ്വർഗത്തിലേക്ക് പോകാനുള്ള സമയമായല്ലോ, അടുത്ത് വരുന്നുണ്ടല്ലോ എന്ന ചിന്ത ആ 22 വയസ്സുകാരി അന്ന് അവർക്ക് അങ്ങനെ തോന്നി. നമ്മൾ ഇതിപ്പോൾ നേരത്തെ അറിവ് ചിന്തിച്ചിട്ടുണ്ട്. ഈ ഞാനും കൂടിക്കൊണ്ട് ഇന്നൊരു സഹോദരി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിളിക്കുന്നത്, അവര് ക്യാൻസർ വന്നിട്ട് ക്യാൻസർ രോഗത്തിന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നാടുകളിലും കീമോ അടുത്ത ഘട്ടം എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവര് എഴുതിയ കാര്യം നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ഈ ക്യാൻസർ വന്നിട്ട് കീമോയും എടുത്ത് ആരോഗ്യം തീർന്ന വല്ലാത്തൊരു ഭയവും ഭാരവും വിഷമവും നിസ്സഹായതയും എല്ലാം ആയിരുന്നു. പക്ഷെ ധ്യാനത്തെക്കൂടെ ദൈവത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് എല്ലാം വ്യക്തത കിട്ടിക്കഴിഞ്ഞപ്പോ ഇപ്പം എനിക്ക് ഈ ട്രീറ്റ്മെന്റ് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ഡോക്ടർമാര് പറയുന്ന പോലെ പരമാവധി സഹകരിച്ചു കൊടുക്കുന്നു. അതിന്റെ ഔട്ട്കം ഫലം എങ്ങനെ ആയാലും ഈ കുഴപ്പമില്ല. ആ സഹോദരി എനിക്ക് എഴുതിയ 10-70 വയസ്സെങ്കിലുണ്ടെന്ന് എനിക്ക് വിചാരിക്കേണ്ട എന്റെ ഓർമ്മ കിടക്കുന്നത്. ആ സഹോദരി അച്ഛൻ സ്വർഗത്തിന്റെ വീഡിയോ കണ്ട് എന്നെ കൊതിപ്പിച്ചു. എനിക്കിനി യാതൊരു പേടിയില്ല, ഭയവുമില്ല മരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുങ്ങിയായിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആ വ്യക്തിയുടെ പ്രാർത്ഥനയും ജീവിതവും എല്ലാം വന്നത് ഈ സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വ്യക്തത വെച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മളെ ദൈവം, ഈശോ പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പൊ ഈ 2-ാം കൽപ്പലകയിലെ 7 കൽപ്പനകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തിരിയണമെങ്കിൽ ഈശോ എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് നന്നായിട്ട് തിരിയണം. ആ ഈശോയുടെ സ്നേഹത്തിന് വെളിപ്പെട്ട് കിട്ടിയത് പിതാവ് എങ്ങനെ ഈശോ സ്നേഹിക്കുന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ സ്വർഗ വീടിന്റെ സംസ്കാരം, കൾച്ചർ, ഞാനത് പിന്നെ ആവർത്തിക്കുന്നത്, നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ ഇത് അതുപോലെ നമ്മുടെ ഉള്ളിൽ പതിയണ സ്നേഹമുള്ളവരെ. കുറെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ പോരാ. ഇത് നമ്മുടെ ഒരു ശ്വാസോച്ഛ്വാസം പോലെ ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞ് നമ്മുടെ രീതി തന്നെയായിട്ട് മാറണം. രൂപാന്തരീകരണം സംഭവിക്കണം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തീർത്തു പോകാനായിട്ടല്ല സ്ഥലമാവ് ആഗ്രഹിക്കുന്നത്. നമ്മളെ സ്വർഗോന്മുഖമായ സ്വർഗത്തിന്റെ അനുരൂപത്തിലേക്ക് ആ പിതാവിന് ചേർന്ന മക്കളായിട്ട് വീടിന്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മളെ ഒരുക്കി എടുക്കണം. നമ്മുടെ ചിന്തയും രീതിയും പരിപാടിയും എല്ലാം ആ അപ്പന് ചേർന്നാകണം. ഒരു അപ്പന്റെ മക്കള് നടക്കുമ്പം, എടുക്കുമ്പം, നോക്കുമ്പം, മുക്കുമ്പം, മൂടുമ്പം എല്ലാം അപ്പന്റെ അമ്മയുടെയും പല രീതികള് ആ വ്യക്തിയുടെ കുഞ്ഞുങ്ങളുടെ പുറത്ത് വരും നമുക്ക് അറിയാൻ പറ്റും, ഇല്ലേ? ചിലപ്പം വഴിയിൽ കർന്നന്മാരൊക്കെ വഴിയെ പോകുമ്പോൾ പിള്ളേർ സ്കൂളിൽ വിട്ട് ഇങ്ങോട്ട് വരുന്നു. പിള്ളേർ അവിടെ കളിച്ച് ചിരിച്ചൊക്കെ പോകുമ്പോൾ ഒരു പച്ച ചോദിക്കുക, ആ പിള്ളേർ ഏതാ? അത് നമ്മുടെ ഇന്നടത്തെ മത്തായിച്ചന്റെ മോനല്ലേ അത്? ആ മത്തായിച്ചന്റെ അതേ നോട്ടം നടപ്പ് അല്ലേ? അതല്ലേ അവിടുത്തെ അല്ലേ? ചോദിക്കുമ്പോൾ അറിയാം. വന്നിട്ട് പറയാം, അത് ശരിയാ കേട്ടോ, ചേട്ടൻ പറഞ്ഞ് ശരിയാ, അവിടുത്തെ കൊച്ചാ അത് കേട്ടോ. അപ്പൊ ആ രീതി കാണുമ്പോഴേ അറിയാം. അതാണ് നമ്മൾ സ്വർഗസ്വനായ പിതാവിന്റെ സ്വർഗീയ വീട്ടിന് ചേർന്ന മക്കളായിട്ട് മാറി വരുമ്പോൾ അതിൻ്റെതായ രീതികൾ തമ്മിൽ വരണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രീതികൾ എന്തൊക്കെയാന്നുള്ളതിന്റെ ഒരു അടിസ്ഥാന കാര്യങ്ങളാണ് 7 പ്രമാണങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, സ്നേഹമുള്ളവരെ, 7 പ്രമാണങ്ങളിലേക്ക് നമ്മൾ 2-ാം കൽപ്പനയിലേക്ക് ആഴപ്പെട്ടു വരുമ്പം അത് എന്തുമാത്രം നമുക്ക് മനസ്സിലാകും എന്നുള്ളത് ഈ 1-ാം കൽപ്പലകയിലൂടെ നമുക്ക് കിട്ടിയതായ ദൈവചിത്രം, ഈശോ വെളിപ്പെടുത്തിയ പിതാവിന്റെ ശൈലി, അത് നമ്മൾ എന്തുമാത്രം സ്വന്തമാക്കി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ച് മാത്രമാണ് എന്ന് നല്ലപോലെ ഓർമ്മിക്കണം. ഇവിടെ 2-ാം കൽപ്പലകയുടെ ഈ ആരംഭ സെഷന് നമ്മൾ ഈ ഒരു ബന്ധത്തിന്റെ തലം കുറച്ചുകൂടി ഒന്ന് ഉള്ളിലെടുക്കാൻ ശക്തമായിട്ട് എൻ്റെ ഉള്ളിൽ പ്രേരണ വരികയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ, 2 കൽപ്പനകള് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്നുള്ള ചോദ്യം ഉത്തരം പറയുമ്പോൾ ഒരു കൽപ്പന 2 കൽപ്പനയാണ് പറയുന്നത്. ഒരു നാണയത്തിന് 2 വശമുണ്ട്. അപ്പം ഒരു നാണയം തരാമെന്ന് ചോദിക്കുമ്പോൾ നാണയത്തിന്റെ ഒരു വശമല്ല, 2 വശം ഒരുമിച്ചേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതല്ല, നിത്യജീവൻ എന്ത് ചെയ്യണം? അപ്പൊ 2 കൽപ്പന ഉത്തരമായിട്ട് വരും. നമ്മൾ കണ്ടതാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച്, സഹോദരങ്ങളെ അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നതിനെ കുറിച്ച്. ഇത് 2-ാമത്തിനെ കുറിച്ച് ഉള്ള ഒരു വിശദീകരണമാണ് ലൂക്ക 10:25 മുതൽ ആ ഒരു നിയമനം ചോദിക്കുമ്പോൾ ഈശോ നല്ല ശമരായ രൂപയിലൂടെ പറയുന്നത്. ആ നല്ല ശമരായൻ ഈശോ തന്നെയാണ് എന്ന് നമ്മൾ വിശുദ്ധര് പങ്കുവെക്ക് നമ്മൾ കണ്ടു, നമ്മൾ ധ്യാനിച്ച് ചിന്തിക്കുകയും ചെയ്തു. ആ നല്ല ശമരായൻ ഈശോ തന്നെയാണ്. ആ ഈശോ എങ്ങനെയാണ് ഈ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ കൈകാര്യം ചെയ്തത്, അതുപോലെയാണ് നമ്മൾ
നമുക്ക് ചുറ്റുമുള്ളവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു വലിയൊരു പ്രബോധനം അതുവഴി ഈശോ നൽകുകയാണ്. അപ്പൊ രണ്ടാമത്തെ കൽപ്പന എങ്ങനെ സമീപിക്കണം? ഈശോ എങ്ങനെയാണ് ഈ മുറിവേറ്റ് കിടന്ന വ്യക്തിയെ സമീപിച്ച പോലെ എന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിയുകയാണ്, യഥാർത്ഥത്തില് ഈ രണ്ടാം കൽപ്പനയിലെ 7 കൽപ്പനകള് നമ്മുടെ ജീവിതത്തെ തിരുത്തിയെടുക്കാനോ അല്ലെങ്കിൽ അതിന് നിബന്ധനകൾ വെക്കാനോ വിലക്കുകൾ നൽകാനോ ഉള്ള ഒരു പരിശ്രമം അല്ല. അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുമായിരിക്കും, അപ്പൊ നമുക്കുള്ള നിർദ്ദേശങ്ങളല്ലേ എന്നൊരു ചിന്ത. അതെന്താ അങ്ങനെ ചിന്തിക്കാനും? ഒന്ന് നോക്കിക്കേ, ഈശോ പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കണം. ഈശോ നമ്മെ സ്നേഹിച്ചെടുത്ത് ഈ 7 പ്രമാണങ്ങൾ എന്തെങ്കിലും ഈശോയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ പറയാൻ തിരിയുന്നുണ്ടോ? ഈശോയ്ക്ക് കൊല്ലരുത് എന്നുള്ള കൽപ്പന ഈശോയെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത് ഒരു കൽപ്പന ഈശോയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു? നുണ പറയരുത്, വ്യാജ സത്യം പറയരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്നൊരു അനുശാസനം ഈശോയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നോ? മോഷ്ടിക്കരുത് എന്നൊരു അനുശാസനം ഈശോയ്ക്ക് അതിന് ആവശ്യം ഉണ്ടായിരുന്നോ? ചിന്തിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നുള്ള അനുശാസനം ഒരു പ്രമാണമായിട്ട് ഈശോയ്ക്ക് എടുത്തു വെച്ചിട്ട് തെറ്റിക്കരുത് ഓർത്ത് നടക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്നുള്ള ഒരു പ്രമാണം ഈശോയ്ക്ക് അത് ഇങ്ങനെ പാലിക്കാനായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചെടുത്ത് തെറ്റല്ലേ എന്നുള്ള നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, അതിനകത്ത് ഈശോയ്ക്ക് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടായിരുന്നോ? പോരാട്ടം. ഞാൻ പറഞ്ഞ് തിരിയുന്നുണ്ടോ? ഈ 7 പ്രമാണങ്ങൾ യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് ആവശ്യമില്ലായിരുന്നു. കാരണം എന്താ? ഇപ്പൊ നമ്മളൊരു റോഡരികില് അല്ലൊരു വഴിയരികില്, ഇപ്പൊ ഈ ഞാനൊരിക്കലും ഒരു വഴിക്ക് പോയ ആൾക്കാരോട് പോയപ്പോൾ ഒരു ആറിന് കുറുകെ ഒരു ഈ കയറുപാലം എന്നാ പറയുന്നത്, ഈ റോപ്പ് വേ അല്ല, റോപ്പ് ബ്രിഡ്ജ്, ഇങ്ങനെ ഇരുമ്പ് കമ്പി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന, അതേപോലെ ഇങ്ങനെ 2 വശത്ത് ദ്വാരന്റെ അക്കരയ്ക്ക് ഓരോ തൂണിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വടം വലിച്ച് കിട്ടിയ വടത്തെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഒരു 3 അടി വീതിയിലുള്ള പലകളൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ ഒരു പാലം, അതിങ്ങനെ തൂക്കുപാലം. ഈ തൂക്കുപാലം ഇങ്ങനെ ചാടുകയൊക്കെ ചെയ്യും ആൾക്കാർ, പെട്ടെന്ന് നടക്കുക ചെയ്താലും തൂക്കി കിടക്കുന്ന പാലമാണ്. അപ്പൊ ഈ തൂക്കത്തിൽ കയറി പോയപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര പേടിയായി. ഞങ്ങളുടെ കൂടെ കുറച്ച് പേരുണ്ട്. അപ്പൊ അവരിങ്ങനെ ഒരു വശത്ത് പിടിച്ച് ഇങ്ങനെ നടക്കാണ്, കുലുങ്ങും. ചില പിള്ളേരൊക്കെ ഓടിയൊക്കെ പോകുമ്പോഴത്തേക്കും അവർ പേടിച്ച് നിൽക്കുകയാണ്, കുലുക്കാതെ പാലം കുലുങ്ങുന്നു. അപ്പൊ കുലുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, കുലുങ്ങുന്ന പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, കുലുങ്ങുന്നതിന് കുഴപ്പമൊന്നുമല്ല. അയ്യോ അങ്ങനെയാണ്. ചില ആൾക്കാരിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കമ്പിയെ പിടിച്ച് ഇങ്ങനെയാണ് പേടിച്ച് നടക്കുന്നത്. അങ്ങനെ വിഷമിച്ചിറക്കുക. പിന്നെ താഴോട്ട് നോക്കാൻ പേടി, കാരണം അടിയിൽ കൂടെ വെള്ളം ഒഴുകുന്നു, ഈ പലകയുടെ അടിയിൽ കൂടെ താഴോട്ട് കാണാം. ഇങ്ങനെയൊക്കെ വിഷമിക്കുകയാണ്. പക്ഷേ മറ്റു ചിലര് പിള്ളേരിങ്ങനെ ഓടിപ്പോകുന്നു. അങ്ങനെ മറ്റു ചിലര് നല്ല വേഗത്തിൽ തന്നെ ഈ പാലത്തെ കൂടി 3 അടി വീതിയേ ഉള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തും പിടിക്കാതെ അങ്ങ് പോവുകയാണ്. ശാന്തമായിട്ട് നടന്നു പോകുന്നു. ഇച്ചിരി കുലുങ്ങുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ പിടിക്കുന്നില്ല, വെച്ച് പോകുന്നില്ല. അങ്ങനെയും പാലത്തെ കൂടെ പോകാൻ പറ്റും. ഇനി ഒരാള് കള്ളും കുടിച്ചിട്ട് വന്ന് ഈ പാലത്തെ കയറുന്നു വിചാരിച്ചു, കള്ളു കുടിച്ച് പൂസായി വന്നിട്ട് ഈ പാലത്തെ വന്ന് കയറി, അങ്ങേര് ഇങ്ങനെ വന്ന് കയറി വെച്ചിട്ട് ഈ പാലത്തേക്ക് വന്ന് കയറി അങ്ങോട്ട് വെച്ച് പോയപ്പോൾ ഈ വശത്ത് പോയി അവിടെ ഇങ്ങനെ കമ്പി കൊണ്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വേര് കെട്ടി വെച്ചിരിക്കുകയാണ്. അതെപ്പോഴും ഒരഞ്ഞു. ഇപ്പൊ ഇവിടെ എല്ലാം തൊലി പോയി, അത് തൂത്ത് അങ്ങനെ തൊലിയെല്ലാം പറഞ്ഞിട്ട് പിന്നെ നേരെ നടന്ന് നടക്കിറങ്ങുമ്പോൾ മറുവശത്തോട്ട് വെച്ച് പോയി, അവിടെ അങ്ങേ വശത്ത് പോയി ഒരഞ്ഞു. ഇപ്പൊ ഇവിടെ ഒരഞ്ഞിട്ട് ഇവിടെ തൊലിയെല്ലാം പോയി കയറി, പിന്നെ നേരെ അങ്ങനെ തൂത്ത് പറിക്ക് ഉള്ള ചീത്തയും തെറിയെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഈ പാലത്ത് കിടക്കുമ്പോൾ അപ്പുറത്ത് പോയി പിന്നെ ഒരഞ്ഞു. അങ്ങനെ ഈ പാലത്തെ കൂടെ കുറച്ച് നടന്നപ്പോഴത്തേക്ക് അങ്ങേരുടെ ഈ കൈയും ഓരോ എല്ലാം ഇങ്ങനെ ഒരഞ്ഞും പെറുക്കി ചോര വന്ന് വല്ലാത്ത അവസ്ഥയായി. അതേപ്പറ്റി പിന്നെ ഇങ്ങനെ പറയുകയാണ്, ഏതവനായി വേര് കെട്ടി വെച്ചിരിക്കുക, എന്ത് കഷ്ടമാണ്. ഇത് കണ്ടില്ലേ, എൻ്റെ ഇവിടെ എല്ലാം ഒരഞ്ഞ് തൊലിയും പോയി, ഒരു തരത്തിലത് നടക്കാൻ പോലും പറ്റുകയാണ്, എത്ര ആകെപ്പാടെ ഇടയില്ല, ഇത് എന്നാ പരിപാടിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന് തെരു പറയെ, പാലം ഉണ്ടാക്കിയവരെ വല്ല ആവശ്യമുണ്ടോ? പാലം ഉണ്ടാക്കിയവരുടെ ആണോ കുഴപ്പം, ഈ നടക്കുന്നയാളിൻ്റെ ആണോ കുഴപ്പം? നമുക്ക് പെട്ടെന്ന് തിരിയും. ഹല്ലേലൂയ. ഈ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ചില വേലികളാണ്, അരുതുകള്. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇത് ചില വേലികൾ. ഇതിനപ്പുറത്തോട്ട് പോകരുത്, ഇവിടെ വരുമ്പോ അങ്ങോട്ട് പോകരുത്, നടുക്കൂടെ പൊക്കെ. അങ്ങനെയുള്ള ഈ
നമ്മളുടെ പെരുമാറ്റത്തിനപ്പുറം പോകരുതെന്ന് പറഞ്ഞ് അവിടെ ചെക്ക് ചെയ്തിരിക്കുക, വേലി കെട്ടി വെച്ചിരിക്കുക, അതിനപ്പുറം പോകരുത്. പോയാൽ ശരിയാവുകയില്ല. അതുകൊണ്ടാണ് പോയാൽ അപകടം, ആറ്റിലേക്ക് പോകും. അതുകൊണ്ടാണ് വേലി വെച്ചിരിക്കുന്നത്, അങ്ങോട്ട് പോകരുത്. പക്ഷെ അത് ഈ വേലി ഈ കള്ളുകുടിയന് ഭയങ്കര മുറിവേൽപ്പിക്കുന്ന അനുഭവമായിട്ട് പോയി, തൊലി കളയുന്ന അനുഭവമായിട്ട് പോയി. അതേസമയം നല്ല ചിട്ടയോടെ ഈ പാലത്തെ കൂടെ കയറി പോകുന്നവർ, ഇച്ചിരി ധൈര്യക്കുറവുള്ളവരൊക്കെ ഈ വേലിയെ പിടിച്ചങ്ങ് പോകുന്നു, കുഴപ്പമില്ല. അതിനും അപ്പുറത്ത് നല്ല ആരോഗ്യവും നല്ല ബാലൻസും ഉള്ളവര്, മനസാന്നിധ്യം ഉള്ളവര് ഈ പാലത്തെ കയറി വേലി ഇറക്കണമെന്നറിയാം. വേലി ഉള്ളതും ഇല്ലാത്തവർക്ക് ഒരുപോലെ അവർ നടുക്കൂടെ തന്നെ അങ്ങ് പോകും. ഈശോയ്ക്ക് നടുക്കൂടെ തന്നെ പോയ ആളാ, മനസ്സിലായോ? ഈശോയ്ക്ക് വേലിന്റെ ആവശ്യമില്ല. നമ്മൾ അത്രയും കരുത്തില്ല. വിശുദ്ധർ അനേകര് ഈ വേലിയെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. വേലിയെ പറ്റി ചിന്തിച്ചില്ല. നമ്മള് ഈ നിയമങ്ങളെ പറ്റി പറയുമ്പോൾ റോമാലേഖനത്തിന്റെ 13-ാമത്തെ അധ്യായത്തില് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലൻ വഴി പഠിപ്പിക്കുന്നത് മനസ്സിലേക്ക് വരുന്നു. അവിടെ പറയാണ്, അധികാരി വാള് ധരിച്ചിരിക്കുന്നത് വെറുതെ അല്ല. അവിടെ അധികാരിയുടെ മുമ്പില് അവന്റെ വാളിന്റെ മൂർച്ച അറിയാതെ ജീവിക്കണമെങ്കിൽ നീ നിയമം ലംഘിക്കാതിരിക്കുക. റോമാലേഖനം 13-ാം അധ്യായത്തില് 2-ാം വാക്യം, തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്ന ദൈവിക സംവിധാനത്തെ ധിക്കരിക്കുന്നത് തങ്ങൾക്ക് തന്നെ ശിക്ഷാവധി വരുത്തി വെക്കും. സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരിയുടെ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? നന്മ ചെയ്യുക, നിനക്ക് അവന് ബഹുമതി ഉണ്ടാകും. എന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ പേടിക്കണം, അവന് വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെ അല്ല. മനസ്സിലായോ? അപ്പൊ എന്താ, ഈ നന്മ ചെയ്തുകൊണ്ട് പോകുന്നവർക്ക് അധികാരിയെ ഒന്നും പേടിക്കണ്ട, അധികാരിയുടെ വാളിനെയും പേടിക്കണ്ട. ആ വാൾ ഒരിക്കലും നിന്റെ മുന്നിലേക്ക് വരികയല്ല, നിന്നെ മുറിപ്പെടുത്തുകയല്ല, അതിന്റെ ഒരു ഭീഷണി പോലും നിനക്ക് വരികയല്ല. ആ അധികാരിയുടെ പുഞ്ചിരി മാത്രമേ വരുള്ളൂ. ഇതാണ്. അപ്പൊ നന്മ പ്രവർത്തിക്കുന്നവർക്ക് അധികാരിയെ പേടിക്കണം എന്ന് പറഞ്ഞാലാണ് ഈ വേലിക്കെട്ട്, ഈ തൂക്കുപാലത്തടവിലൂടെ ഭംഗിയായിട്ട് പോകാൻ അറിയാവുന്നവർക്ക് ഈ വേലി ഒരു പ്രശ്നമേ അല്ല. അതൊരിക്കലും അവരുടെ കയ്യെ തൊലി കളയുകയല്ല. മനസ്സിലായോ? പിന്നെ അത്രയും കരുത്തില്ലെങ്കിൽ പോലും താഴെ പോകാൻ സാധ്യതയുണ്ട്. വേലിയുള്ള നല്ല വേലിയെ പിടിച്ച് പോകുന്നവർക്കും കൈ മുറിയല, കൈ തൊലി പോകുകയല്ല. കാരണം അവർ വേലിക്കിട്ട് പോയി അറിയുന്നില്ല, അതേ പിടിച്ചെറി പോവുകയാണ്. നമ്മൾ അനേകർക്ക് ഈ പ്രമാണങ്ങൾ ഒരു സംരക്ഷണമാണ്. 10 പ്രമാണങ്ങൾ, അതിന്റെ ഈ ഏഴെണ്ണം പ്രത്യേകിച്ച് സംരക്ഷണമാണ്. നമുക്കറിയാം, ഇതിനപ്പുറം പോകരുത്, മാതാപിതാക്കന്മാരെ ബഹുമാനക്കുറവായിട്ടൊന്നും ചെയ്യരുത്, പിന്നെ കൊല്ലരുത്, അതുകൊണ്ട് അങ്ങനെ പെരുമാറ്റമൊന്നും എൻ്റെ ഭാഗത്ത് നിന്ന് പെരുമാറ്റം ഉണ്ടാകരുത്, ഇതിനപ്പുറം പോകരുത്, പിന്നെ വ്യഭിചാരം ചെയ്യരുത്, വികാരങ്ങളും മോഹങ്ങളും ആസക്തിയൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിനപ്പുറം ഞാൻ പോവുകയാണ്. അവിടെ ചില നിയന്ത്രണങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ നിയന്ത്രണങ്ങളിൽ പിടിച്ച് പ്രമാണങ്ങൾ നോക്കി അങ്ങനെ പാലത്തിൽ പോകാൻ പറ്റും. നമ്മൾ അനേകര് നമ്മുടെ ആത്മജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രീതിയിലാണ്. അത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമുക്ക് കുറച്ചുകൂടി ആത്മീയ കരുത്തിലേക്ക് വരാമെങ്കിൽ നമുക്ക് ഈ പ്രമാണങ്ങളെ ആവശ്യമില്ല. ഇവിടെ പറഞ്ഞില്ലേ, ഈ അധികാരിയുടെ വാള് അത് നമ്മുടെ മെല്ലെടുത്ത് വീശന്റെ ആവശ്യമില്ല. നമ്മള് നന്നായിട്ട് ജീവിക്കുന്നെങ്കിൽ, ഒരു തെറ്റും കുരുത്തക്കേടും ഒന്നുമില്ലാതെ ജീവിക്കുന്ന വ്യക്തിക്ക് പോലീസുകാരെ കാണും പേടിയൊന്നുമില്ല, ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. പോലീസുകാരെ കാണുമ്പോൾ അവർ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പോകുന്ന, വണ്ടി ഓടിച്ചു പോകുന്ന ഒരു വ്യക്തി പോലീസുകാരെ കാണുമ്പം ഞടുങ്ങുകയാണ്, വിഷമിക്കുകയാണ്. ഒരു വ്യക്തി ഒരിക്കൽ പറഞ്ഞു, അങ്ങനെ വണ്ടി ഓടിച്ചു പോയപ്പം ഇച്ചിരി അത്യാവശ്യം വന്നിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് പോവുകയാണ്. വഴിയിലെങ്ങും ആരുമില്ല, പോലീസുകാരൊന്നും വിളിച്ച് ഒതുക്കമുള്ള വഴിയാണ്. അങ്ങനെ ഇച്ചിരി സാമാന്യ സ്പീഡിലാണ് പോകുന്നത്, പക്ഷെ ഫോൺ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അപ്പുറത്ത് പോലീസുകാരിങ്ങനെ വഴി ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോഴേ അറിയാതെ ഈ മനുഷ്യൻ പറയാണ്, പെട്ടെന്ന് ഞാൻ വണ്ടി സ്പീഡ് കുറച്ചു, ബ്രേക്ക് കാല് വെച്ചു, പോലീസുകാരെ നോക്കുന്നത് കണ്ടു, എനിക്ക് വല്ലാണ്ടായി, ഞാൻ പെട്ടെന്ന് ഫോൺ താഴേക്ക് ഇട്ടു ഇങ്ങനെ. അപ്പൊ അടുത്ത് ചെന്നപ്പോഴത്തേക്കും പോലീസുകാരെ കൈ നീട്ടി എന്നെ നിർത്തിച്ചു. അപ്പം പറഞ്ഞു, ഇങ്ങനെ നോക്കി, അപ്പൊ ഫോണൊന്നുമില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി, ഈ മനുഷ്യനെ വിട്ടു. ഈ മനുഷ്യൻ പിന്നെ പറയാണ്, ഞാൻ ഫോൺ വിളിക്കുകയായിരുന്നു എന്നുള്ള അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ പറയാണ്, ആ പോലീസുകാരെ കണ്ടപ്പോഴേ എൻ്റെ വണ്ടിയുടെ സ്പീഡ് പെട്ടെന്ന് കുറഞ്ഞു. അപ്പൊ ഈ പോലീസുകാർ ഇങ്ങനെ വഴി ശാന്തമായിട്ട് നോക്കി നിൽക്കുമ്പോൾ ഒരു വണ്ടി ഓടി വരുന്നു. പെട്ടെന്ന് സ്പീഡ് കുറഞ്ഞിട്ട് ഒരു വെപ്രാളം പോലെ ഡ്രൈവർക്ക് ഡ്രൈവിങ്ങിനത് കാണുന്നു.
അപ്പോഴേ പോലീസുകാർ വഴി കരുതുന്നു ഇവിടെ എന്തോ വിഷയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ വാഗമണ്ണിൽ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ വഴിക്കടലിപ്പുറത്ത്. അപ്പൊ അവിടെ ഒരിക്കൽ ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ അനുകരിച്ചത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ചുമ്മാ മിണ്ടാറൊക്കെ ഉണ്ട്. അങ്ങനെ മിണ്ടിയിരിക്കുമ്പം ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ ഈ എപ്പോഴും വഴിയിറങ്ങി നിൽക്കാറില്ലല്ലോ, ഈ അവിടെ ഇങ്ങനെ വഴിക്ക് പറയുള്ള ഈ കമ്പ് വെച്ചിട്ടുണ്ട്, താക്കാനും വലിച്ചു പൊക്കാനും ഒക്കെയുള്ള ചരട് വലിച്ചവിടെ മുറിക്കകത്ത് വെച്ചിട്ടുണ്ട്, അവിടെ വലിക്കാം, പക്ഷെ താക്ക് വഴി ബ്ലോക്ക് ചെയ്യാം. പക്ഷെ ഒരുപാട് വണ്ടി വരുമ്പോൾ നിങ്ങൾ ഒരിക്കൽ ചെക്ക് ചെയ്ത് എൻ്റെ വണ്ടി ഒരിക്കൽ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അവർ പറയും, അച്ഛാ ഞങ്ങൾ വഴി ഇറങ്ങി അങ്ങനെ നിൽക്കാറില്ല, അവർക്ക് അവിടെ മുറിക്കകത്ത് കസര ഇരിക്കുമ്പം അവിടെ അങ്ങോട്ട് കയറ് വെച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് ജനാലയിലേക്കൂടെ നോക്കുമ്പോൾ അകലെന്ന് വണ്ടി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ വണ്ടി വരുന്നവർ കസേര ഇരുന്ന് കൂടായിട്ട് ശ്രദ്ധിക്കുമ്പം ആ വണ്ടി വരവ് കാണുമ്പം അവർക്കറിയാം, ചെക്ക് പോസ്റ്റിന് അവിടെ വരുമ്പം അവിടെ ആ വണ്ടിയുടെ രീതി കാണുമ്പോൾ അവർക്കറിയാം എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതല്ലാത്തെന്നുള്ളത് എന്നിവർ പറയുകയാണ്. ഞാനിത് പറഞ്ഞത്, നമ്മള് ഈശോയ്ക്ക് ഈ 10 പ്രമാണങ്ങൾ അല്ലെങ്കിൽ 7 പ്രമാണങ്ങൾ അവസാനത്തേത് ആവശ്യമില്ലായിരുന്നു. അത് ഉണ്ടേലും ഇല്ലേലും ഈശോയായിട്ട് ജീവിക്കുന്നു. മനസ്സിലായോ? ഈ വേലിയെ തട്ടി മുട്ടി അല്ലാതെ തന്നെ നടന്നു പോകുന്ന ആളിനെ പോലെ. യഥാർത്ഥത്തിൽ ഈശോ പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ 7 പ്രമാണങ്ങൾ യഥാർത്ഥത്തില് നമ്മുടെ ജീവിതത്തെ നേരെയാക്കാനായിട്ടുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ളത് അല്ലെന്ന് വേണേ പറയാം. അതിൻ്റെ ആവശ്യം വരാത്ത രീതിയിൽ നമ്മുടെ ജീവിതം ഈശോ പിതാവിനെ കൊണ്ട് നിറഞ്ഞ് ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതം ഈശോയുടെ മാതൃകയിൽ നല്ല തമ്പുരാന് ചേർന്ന മക്കളായി നമ്മുടെ ഉള്ളത്തെ മാറ്റിക്കൊണ്ട് ജീവിച്ചു പോകുമ്പം നമുക്കൊരിക്കലും വ്യഭിചാരത്തിന്റെ വിഷയമില്ല, കൊലപാതകത്തിന്റെ വിഷയമില്ല, മോഷണത്തിന്റെ വിഷയമില്ല, കള്ളം പറയുന്ന വിഷയമില്ല, മോഹത്തിന്റെ വിഷയമില്ല, മാതാപിതാക്കന്മാരോട് മല്ല് കാണിക്കുന്ന വിഷയമില്ല. ശരിയാണോ? ഓർത്ത് നോക്കിക്കേ, ശരിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇത് പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ 7 പ്രമാണങ്ങള് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ 3 പ്രമാണങ്ങളിൽ പറയുന്നതായ ജീവിത ചിട്ട, ആ സ്വർഗസ്വനായ പിതാവിന് ചേർന്ന മക്കളായി ഈശോ പിതാവിന് മോനായിട്ട് എങ്ങനെ അതുപോലെയുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കയറി വരേണ്ടതായിട്ടുണ്ട്. തമ്പുരാനുമായുള്ള നമ്മുടെ സ്നേഹവും ബന്ധവും ഐക്യവും തെളിഞ്ഞു വരുന്നതനുസരിച്ച് നമുക്ക് ഈ 7 പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് സഹോദരങ്ങളുമായിട്ട് ബന്ധത്തിന് ഭംഗിയാക്കാൻ പറ്റുള്ളൂ. മറ്റു വാക്കി പറഞ്ഞാല്, തമ്പുരാനുമായുള്ള ബന്ധത്തില് അല്ലെ 1-ാം കൽപ്പനയുടെ മേഖലയില് ഈശോയുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരുന്നിടത്ത് നമുക്ക് ഈ 2-ാം കൽപ്പനയിലെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലെ അല്ല മനസ്സിലാക്കാൻ പോകുന്നത്. അത് നമുക്ക് ചില വേലികൾ അവിടെ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. അവിടെ നമുക്ക് വിഷയം വരുന്നില്ല. അതുകൊണ്ട് അത് വേണ്ടെന്നല്ല ഈ പറയുന്നത്, അങ്ങനെ ഒരിക്കലും അല്ല കേട്ടോ. നമുക്ക് ഈ 1-ാം കൽപ്പലകയിൽ തമ്പുരാൻ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവിതത്തിന്റെ ശൈലി, അനുഭവം, അതിനെ നമുക്ക് തെളിച്ച് ആഴപ്പെടുത്തി എടുക്കണം. കൂടുതൽ ആഴപ്പെടുത്തി എടുക്കണം. ഈ ശമരിയാക്കാരൻ്റെ ഉപമയിലും, ശമരിയാക്കാരൻ ഈശോയാ നമ്മൾ കണ്ടു, നല്ല ശമരിയാക്കാരൻ. ആ ശമരിയാക്കാരന് ഈ വഴി മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിയെ മുറിപ്പെടുത്തുന്നില്ല, ഉപദ്രവിക്കുന്നില്ല, കൊല്ലുന്നില്ല, വ്യഭിചരിക്കുന്നില്ല. ആ വ്യക്തിയുടെ വള്ളക്കാര് മോഷ്ടിച്ച് മുറിപ്പെടുത്തി അടിച്ച് കിടത്തിയിരിക്കുന്നു, അവന്റെ ബാക്കി ഉടുപ്പും കൂടി എടുത്തുകൊണ്ട് പോകാനുള്ള ചിന്ത ഒന്നുമില്ല. നോക്കിക്കേ, ഈ നല്ല ശമരിയാക്കാരന് ആ കിടക്കുന്ന വ്യക്തിയെ ഒരു തരത്തിലും 7 പ്രമാണങ്ങൾ ഏതെങ്കിലും വെച്ച് ഉപദ്രവിക്കാനുള്ള ഒരു സാധ്യതയില്ല. ചെയ്യത്തില്ല. ചെയ്യുവോ എന്നോർത്ത് നോക്കിക്കേ. ഈ നല്ല ശമരിയാക്കാർ ഇറങ്ങിയിട്ട് അവരെ തല്ലി കൊല്ലുവോ? ഇല്ല. അത് പറ്റത്തില്ല. സഹായിക്കാനാ പോകുന്നത്. അവന്റെ എന്തെങ്കിലും മോഷ്ടിച്ചോണ്ട് പിന്നെ മോഷ്ടിച്ചോണ്ട് ഓടുവോ? ഇല്ല. പിന്നെ എന്നതാ? അല്ലെങ്കിൽ അവനോട് അശ്ലീലമായിട്ട് പെരുമാറാൻ നോക്കും. അവനിങ്ങനെ ഒരു പക്ഷേ വസ്ത്രമൊക്കെ വല്ലാണ്ടായി കിടക്കുകയായിരിക്കും. അവന്റെ അടുത്ത് എന്തെങ്കിലും അശ്ലീലം? ഇല്ല, അങ്ങനെ ഇല്ല. അത് നല്ല ശമരിയാക്കാരന്റെ ഉള്ളിൽ ഇല്ല. മനസ്സിലാകുന്നുണ്ടേ പറയുന്നത്? അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കയറി വന്ന് കഴിയുമ്പോൾ ഈ 2-ാം കൽപ്പന 7 പ്രമാണങ്ങൾ എന്ന് പറയുന്നത് വേറൊരു കാഴ്ചപ്പാട് നമ്മൾ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അതിലേക്ക് അടുത്ത സെഷനിൽ വരാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ ജീവിക്കാനുസരിച്ച് പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ,
വന്നു പിറന്നവനേ മിശിഹ കർത്താവേ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. നന്ദി സ്തുതി ഈശോ ഈശോ ഈശോ. തിരുവോസ്തിരൂപന ദീപികാരന് നാഥനായി ഞങ്ങളുടെ പക്കലേക്ക് കടന്നു വരുന്ന ഈശോയെ, തൃപാദങ്ങളിൽ ഞങ്ങൾ ചേർത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഈശോയെ ആരാധന ആരാധന. ഈശോയെ അങ്ങ് പഠിപ്പിച്ചുള്ള ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഞങ്ങൾ എങ്ങനെയാണ് പരസ്പരം സ്നേഹിച്ച് ഇടപെടേണ്ടതിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളാണല്ലോ 10 കൽപ്പന, രണ്ടാമത്തെ കൽപ്പലകയിലെ 7 കൽപ്പനകള്. ആ 7 കൽപ്പനകൾ യഥാർത്ഥത്തിൽ അങ്ങേക്ക് ഒന്നുപോലും ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന ഈശോയെ, തൂക്കുപാലത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി സുബോധത്തോടെ കരുത്തോടെ നീങ്ങിയാൽ സൈഡിലുള്ള വേലിയുടെ ആവശ്യമേ ഇല്ല എന്ന് പറയുന്നത് പോലെ ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങ് ഈ ഭൂമിയിൽ ഈ പ്രമാണങ്ങളുടെ എല്ലാം നടുവിലൂടെ അതിന്റെ ഒരു ഞെരുക്കം അനുഭവിക്കാതെ ജീവിച്ചതുപോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ കൃപ തരണമേ. അത് അങ്ങേക്ക് സാധിച്ചത് പിതാവിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞായിരുന്ന കൊണ്ടാണല്ലോ. ഈശോയെ, പിതാവിന്റെ സ്നേഹം അങ്ങേരോട് വെളിപ്പെട്ടത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുവാനായിട്ട് കൃപ തരണമേ. ഞങ്ങൾ ദാഹത്തോടെ ഞങ്ങളുടെ പക്കലേക്ക് വരുന്നു. ആരാധന സ്തുതി മഹത്വം അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ പുതുക്കി പ്രതിഷ്ഠിക്കുന്ന ആവേ മരിയ ആവേ മരിയ. വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ഉണ്ണിസഭക്ക് നിരന്തരം പ്രാർത്ഥിക്കുന്ന നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ എളിയ ദാസന് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും കലാരൂപത്തിന്റെ വാഗോൻ മണ്ഡപ ധ്യാനകേന്ദ്രത്തിന്റെ നിയമനാധികാരം അനുസരിച്ചും പരിശുദ്ധ പരമ ദീപികാരന്റെ തിരുസാന്നിധ്യ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് ഈ മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദ നാശം നൽകുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തര സഹവാസവും സ്നേഹമുള്ള സഹോദരൻ ഓരോരുത്തരോടും കൂടെ ഇവിടെ എല്ലാ നിയോഗങ്ങളും പ്രിയപ്പെട്ടവരോടും കൂടെ വളരെ പ്രത്യേകമായി WWPN കൂട്ടായ്മയിൽ അംഗങ്ങളായിക്കൊണ്ട് ലോകമെമ്പാട് പ്രാർത്ഥന വലയിറക്കാൻ ഈശോയ്ക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഓരോ സഹോദര സഹോദരനും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.